50,000-ൽ താഴെ രൂപ ഒരു ചെറിയ മെഷീനിൽ ഇൻവെസ്റ്റ് ചെയ്ത്, മെഷീൻ കൂടാതെ അതിന്റെ റോ മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ വരും, ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഒരു ദിവസം 1000 തൊട്ട് 1200 രൂപ വരെ പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസിനെ കുറിച്ചാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ ബിസിനസ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. നമ്മളുടെ ചുറ്റുപാടുമുള്ള കടകൾ കേന്ദ്രീകരിച്ചാണ് ഇത് വിൽക്കേണ്ടത്. അപ്പോൾ ബിസിനസിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഇതേപോലെയുള്ള വീഡിയോകളാണ് നമ്മൾ ഇടാറുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ദോശയുടെയും ഇഡ്ഡലിയുടെയും മാവാണ്. പണ്ടൊക്കെ നമ്മൾ വീടുകളിലാണ് അരച്ചെടുത്തുകൊണ്ടിരുന്നത്. സാധാരണ ആട്ടുകല്ല് അങ്ങനെയൊക്കെ ഉപയോഗിച്ചാണ് അരച്ചെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മെഷീനിലോട്ട് മാറി, ഗ്രൈൻഡറിലോട്ട് മാറി. വീടുകളിൽ തന്നെ ഗ്രൈൻഡറുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ മെഷീൻ ഉണ്ട്. മെഷീന്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട്. ഏകദേശം 32,000 രൂപ തൊട്ട് 40,000 രൂപയുടെ റേഞ്ചിൽ വരുന്ന ഒരു മെഷീനാണിത്. ഇതിന് 24 കിലോ തൊട്ട് 50 കിലോ വരെ 1 മണിക്കൂറിൽ അരച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ മെഷീന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതും കാണാൻ പറ്റും. ഇതുപോലെ ഒരുപാട് മെഷീനുകൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏത് കപ്പാസിറ്റിയിലുള്ളതാണ് വേണ്ടത് എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു മെഷീൻ അവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു 50 ലിറ്റർ മാവ് 1 മണിക്കൂറിൽ അരച്ചെടുക്കാൻ പറ്റും. ആ മെഷീൻ സിംഗിൾ ഫേസ് മെഷീനാണ്. നമ്മളുടെ വീട്ടിൽ തന്നെ സ്ഥാപിക്കാൻ പറ്റും. അങ്ങനെ സ്ഥാപിച്ച് നമുക്ക് ഈ ഇഡ്ഡലിയുടെയും ദോശയുടെയും ബാറ്റർ ഉണ്ടാക്കി നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ ചോദിക്കും, ഓൾറെഡി ഷോപ്പുകളിലൊക്കെ വരുന്നില്ലേ എന്ന്. കൃത്യമായിട്ട് വരുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയിട്ട് ഇത് വിൽക്കാൻ പറ്റും. നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത് തട്ടുകടകളെയാണ്. ഇതുപോലെ ഒരുപാട് ദോശകൾ കിട്ടുന്ന തട്ടുകടകൾ അല്ലെങ്കിൽ ഇഡ്ഡലി കിട്ടുന്ന തട്ടുകടകൾ നമ്മളുടെ നാട്ടും പുറത്ത് പോലുമുണ്ട്. അവരെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഈ വർക്ക് ചെയ്യേണ്ടത്. അവർക്ക് ബൾക്കായിട്ട് കൊടുക്കണം. അതായത് ഒരു തട്ടുകടയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 10 മുതൽ 20 ലിറ്റർ വരെ മാവ് ആവശ്യമായിട്ട് വരാറുണ്ട് ഒരു ദിവസം. അപ്പോൾ ആ 10 ലിറ്റർ മാവ് ആണെങ്കിൽ പോലും നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 100-150 രൂപയ്ക്കുള്ളിൽ ലാഭം കിട്ടും. കാരണം തട്ടുകടകൾക്ക് കൊടുക്കുമ്പോൾ ബൾക്കായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാഭവിഹിതം കുറവായിരിക്കും. ഇതേ സാധനം നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ കൊടുത്ത് വിൽക്കുകയാണെങ്കിൽ നമുക്കൊരു 200-ന് മുകളിൽ ലാഭം കിട്ടും. പക്ഷെ അതിനേക്കാൾ ബെറ്റർ ഇത് തന്നെയാണ്. ഇങ്ങനെ അവരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടം കുറഞ്ഞിരിക്കും, കൂടുതൽ സാധനം പോകും, നല്ല ലാഭവും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു 10 തട്ടുകട നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇത് വിറ്റുപോകും. അതുപോലെ തന്നെ നല്ല ലാഭവും ലഭിക്കും. ഇപ്പോൾ ഓൾറെഡി തട്ടുകടക്കാർ ചെയ്യുന്നത് ഇതുപോലെ പാക്കറ്റിൽ വരുന്ന ബാറ്റർ വാങ്ങിയാണ് ഉപയോഗിക്കുന്നത്. ഈ പാക്കറ്റുകാര്, അതായത് അങ്ങനെയുള്ള കമ്പനികളുണ്ടല്ലോ, അവർക്ക് കൊണ്ടുവന്ന് പാക്കറ്റായിട്ട് കൊടുക്കും. റീറ്റെയിൽ ഷോപ്പിന് കൊടുക്കുന്ന ലാഭവും കൂടെ കൂട്ടിയായിരിക്കും അവിടെ കൊടുക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ കൊടുക്കുമ്പോൾ അതിലും താഴെ നിർത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളോട് എടുക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 ലിറ്ററിന് ഏകദേശം ഈ തട്ടുകടകൾക്ക് കൊടുത്താണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ 10 രൂപ തൊട്ട് 12 രൂപ വരെ ആയിരിക്കും നിങ്ങൾക്ക് ലാഭം ലഭിക്കുക. അതനുസരിച്ച് നിങ്ങൾ കച്ചവടം കൂട്ടിക്കൊണ്ടുവരിക. എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 1000-1200 രൂപ ഒരു ദിവസം ലാഭം കിട്ടാനുള്ള രീതിയിലുള്ള ബിസിനസ് സെറ്റപ്പ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇവിടെ ഇനി വേണ്ട ലൈസൻസുകൾ ആദ്യം തന്നെ നമുക്ക് ഫുഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുത്തുകൊണ്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. അത് നമ്മളുടെ വീട്ടഡ്രസ്സിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു കുഴപ്പവുമില്ല. അക്ഷയ സെന്ററിൽ ചെന്നാൽ മതി. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മളുടെ ചാനലിൽ FSSAI എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോകളുണ്ട്, അപ്ഡേഷൻസ് ഉണ്ട്, നിങ്ങൾക്കത് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ബിസിനസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒന്ന് പാക്കിങ് നമുക്ക് ചെറിയ പാക്കറ്റ് വാങ്ങിച്ച് പാക്കിങ് അത് ഒഴിവാക്കാൻ പറ്റും. പകരം നമുക്ക് വലിയ ജെറി ക്യാൻ പോലെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞാൽ ഒരു 10 ലിറ്റർ അല്ലെങ്കിൽ 20 ലിറ്റർ കൊടുക്കുന്ന ജാറുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് കൊടുത്തിട്ട് പിറ്റേ ദിവസം അത് വാങ്ങിച്ച് അടുത്ത പ്രോഡക്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.